മറ്റ് വാർത്തകളിലേക്ക്. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് TTE കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് FIR. ടിക്കറ്റ് ചോദിച്ചതിന്റെ പ്രകോപനത്തിൽ വാതിലിൽ നിന്നിരുന്ന വിനോദിനെ പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം പാട്ന എക്സ്പ്രസിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്ത ഒഡീഷ സ്വദേശി രജനീകാന്തയോട് TTE വിനോദ് ടിക്കറ്റ് ചോദിച്ചതിനെ ചൊല്ലിയുള്ള പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. രജനീകാന്ത മനഃപൂർവ്വം വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ടിക്കറ്റ് ഇല്ലാത്തതിനാൽ പിഴയടപ്പിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പ്രതി പിന്നിൽ നിന്ന് ഇരുകൈയും കൊണ്ട് തള്ളിയിടുകയായിരുന്നു. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടതെന്നും FIR-ൽ വ്യക്തമാക്കുന്നു. പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്തയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അതേസമയം കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്ന രജനീകാന്തയെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിരിച്ചുവിടുകയായിരുന്നു. പുള്ളിക്കാൻ ഒരു രണ്ട് മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല. കാരണം ഈസ്റ്റർ 1-ാം തീയതി അവധിയായിരുന്നു. 1-ാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനെന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോൾ രാവിലെ. അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് എന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് ഇന്നലെ തന്നെ ഒരു 11 മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ്. പിന്നെ വൈകിട്ട് 10-10:30 ആകുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെ നിന്ന് മടങ്ങും വഴിയാണ് കൊലപാതകം. 2 മാസം മുൻപാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. രജനീകാന്തയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞിരുന്നില്ലെന്നും ബാർ ഉടമ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.